ശബരിമലയിൽ നിന്ന് പ്രവീൺ പുരുഷോത്തമൻ മലയിറങ്ങിയ കാര്യം ഞാൻ അറിഞ്ഞില്ലായിരുന്നു. എന്തായാലും പ്രവീൺ മലയിറങ്ങി, ഒപ്പം ഞങ്ങളുടെ അർജുൻ മട്ടന്നൂർ മല കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ നിൽക്കുന്നത് നമ്മുടെ അർജുൻ മട്ടന്നൂരാണ്. ശബരിമലയിൽ നിന്ന് ഇതുവരെ 65,000 തീർത്ഥാടകർ ദർശനം നടത്തിയെന്നാണ് അർജുൻ ഇപ്പോൾ കണക്ക് അറിയിച്ചിരിക്കുന്നത്. തിരക്ക് കൂടുമ്പോഴും ഇത്തവണ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നില്ല എന്നാണ് ഭക്തർ പറയുന്നത്. സന്നിധാനത്ത് നിന്ന് അർജുൻ മട്ടന്നൂർ ചേരുന്നു നമുക്കൊപ്പം. ഗുഡ് ഈവനിങ് അർജുൻ മട്ടന്നൂർ. പ്രവീൺ സ്വാമി മലയിറങ്ങിയത് ഞാൻ അറിഞ്ഞിരുന്നില്ല, അതുകൊണ്ടാണ് തെറ്റിപ്പോയത് കേട്ടോ. ആദ്യം അതിനൊരു ക്ഷമാപണം. സുജയ, ഇന്നലെയാണ് പ്രവീൺ പുരുഷോത്തമൻ തിരിച്ചുപോയത്. ഇന്നലെ രാത്രിയോടുകൂടി ഞാൻ സന്നിധാനത്തേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും പ്രവീൺ കുറച്ച് ദിവസത്തിന് ശേഷം വീണ്ടും വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം പ്രവീൺ ഇറങ്ങിയതാണ്. എന്തായാലും വലിയ തിരക്ക് ഇന്ന് അനുഭവപ്പെടുന്നില്ല. തിരക്കുണ്ട്, ആളുകൾ നിരവധി തീർത്ഥാടകർ ദർശനം നടത്തുന്നുണ്ട്. പക്ഷേ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പലരും പറയുന്നുണ്ട് ഈ പോലീസ് തലപ്പത്തുള്ള മാറ്റങ്ങളൊക്കെ തന്നെ ഇത്തവണ ഈ തീർത്ഥാടനം സുഗമമാക്കുന്നതിൽ കൃത്യമായി പ്രതിഫലിക്കുന്നുണ്ട് എന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. എന്തായാലും ഇന്ന് 5 മണി വരെയുള്ള കണക്ക് പ്രകാരം 65,550 തീർത്ഥാടകരാണ് 5 മണിവരെ ദർശനം നടത്തിയിരിക്കുന്നത്. പമ്പ മുതൽ ഇങ്ങോട്ടേക്ക് മിക്കയിടത്തും കൃത്യമായി വെള്ളം, അതുപോലെ തന്നെ ഭക്ഷണമൊക്കെ തന്നെ ലഭിക്കുന്നുണ്ട് എന്നാണ് തീർത്ഥാടകർ പറയുന്നത്. ഇന്ന് ഈ സന്നിധാനത്തേക്ക് അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ ദീപാരാധനയ്ക്ക് വേണ്ടി നടയടക്കും. തീർത്ഥാടകരൊക്കെ തന്നെ കൂട്ടത്തോടു കൂടി എത്തുന്നുണ്ട്. നേരത്തെ തീർത്ഥാടന കാലം തുടങ്ങിയ സമയത്തൊക്കെ തന്നെ കൂടുതലും എത്തിയിരുന്നത് ഈ ഇതര സംസ്ഥാനത്ത് നിന്നുള്ള ഭക്തരാണ്. പക്ഷേ ഇപ്പോൾ കൂടുതൽ മലയാളികളും എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് ക്രിസ്മസ് വെക്കേഷൻ അടക്കമാകാനായി, അതുകൊണ്ട് തന്നെ കൂടുതൽ തിരക്ക് അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം ഈ നിലയ്ക്കലിലായിരുന്നു പാർക്കിങ്ങും മറ്റും ഏർപ്പെടുത്തിയിരുന്നത്. അതിനുശേഷം KSRTCയുടെ ബസ്സിലായിരുന്നു ഇത്തരത്തിൽ പമ്പയിലേക്ക് തീർത്ഥാടകരെ എത്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇത്തവണ ഹൈക്കോടതി ഇടപെടലുണ്ടായി. അതിന് പിന്നാലെ ഈ ചെറിയ വാഹനങ്ങൾ, സ്വകാര്യ വാഹനങ്ങളടക്കം ഇത്തരത്തിൽ പമ്പ വരെ കടത്തിവിടാനുള്ള ഒരു തീരുമാനമുണ്ടായി. അതും ഇത്തവണ വിജയകരമായി എന്ന് തന്നെ വേണം പറയാൻ. വലിയ തിരക്ക് ഈ പമ്പയിലോ നിലയ്ക്കലിലോ മറ്റ് സ്ഥലങ്ങളിലൊന്നും തന്നെ അനുഭവപ്പെടുന്നില്ല. അത്തരത്തിൽ ഗതാഗത തടസ്സമൊന്നും ഉണ്ടായിട്ടില്ല. സുജിയ, കഴിഞ്ഞ വർഷം നമ്മൾ ഈ നിലയ്ക്കലൊക്കെ തന്നെ പോയി റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് അവിടെ ഉണ്ടായിരുന്നത് ഇത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ തീർത്ഥാടകർ പറഞ്ഞിരുന്നു. പക്ഷേ ഇത്തവണ അത്തരം പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് പൊതുവെ തീർത്ഥാടകരൊക്കെ തന്നെ പറയുന്നത്. നമുക്ക് കാണാം, ഇപ്പോൾ ഈ ഫ്ലൈ ഓവറിലൊക്കെ തന്നെ തിരക്കുണ്ടെങ്കിൽ പോലും അധിക നേരം കാത്തു നിൽക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും സുഗമമായ ദർശനം അവർക്ക് ലഭിക്കുന്നു, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നില്ല എന്നത് ഒരു നല്ല കാഴ്ച തന്നെയാണ്. അവിടെ ആവശ്യത്തിന് വെള്ളവും എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അർജുൻ ആദ്യമായിട്ടാണോ സന്നിധാനത്തേക്ക്? സുജിയ, ഞാനൊരു 8 വർഷം മുൻപ് റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായി ഇവിടേക്ക് എത്തിയിരുന്നു, സന്നിധാനത്ത് എത്തിയിരുന്നു. മറ്റ് പല വർഷങ്ങളിലും പമ്പയിലും അതുപോലെ തന്നെ നിലയ്ക്കലും ഒക്കെ തന്നെ റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമായി എത്തിയിട്ടുണ്ട്. ഏതാണ്ട് 8 വർഷത്തിന് ശേഷമാണ് സന്നിധാനത്ത്. അങ്ങനെ 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഭക്തർക്കൊപ്പം അർജുൻ മട്ടന്നൂർ ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അർജുൻ, നമ്മൾ തിരികെ എത്താം.